ചൂടുകാലത്ത് ഏതൊരാളും കുടിക്കാൻ കൊതിക്കുന്ന ഒരു ഡെസേർട്ടാണ് ഫലൂഡ. ഹലോ, ഹായ് ആൻഡ് വെൽക്കം ടു അപ്സൈഡ് ഡൗൺ ട്രീറ്റ്സ്. സ്നേഹത്തിൽ നിറഞ്ഞ രുചിക്കൂട്ടുമായി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി അക്കി റഫീഖ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. നമ്മൾ ഐസ്ക്രീം പാർലറിലൊക്കെ പോകുമ്പം ഫലൂഡ ഡെക്കറേറ്റ് ചെയ്തത് കാണാൻ ഭയങ്കര ഒരു ഭംഗിയല്ലേ? അതേപോലെ തന്നെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ള കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാനിതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മുടെ ഫലൂഡ ഉണ്ടാക്കുമ്പോൾ ഒരു മെയിൻ ലെയർ ഉണ്ട്, അതാണ് മിൽക്ക് വെച്ചിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളുടെ ഈ പാല് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. പാലിനൊരു ഇളം ചൂട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഇടണം. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് റോസ് സിറപ്പാണ് എടുത്തത്. റോസ് സിറപ്പ് ഈ സ്റ്റേജിലിട്ടാൽ നമ്മളുടെ ഈ മിൽക്കിന് ഒരു ഇളം ചോപ്പ് കളർ കിട്ടും. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇട്ടത്. നിങ്ങൾക്കിപ്പോൾ റോസ് സിറപ്പ് ഇടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള സജഷൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതിവിടെ അപ്ലോഡ് ചെയ്യും. നമ്മളുടെ പാലിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സേമിയ ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം കുക്ക് ചെയ്ത സേമിയാണ് ഇതിലിട്ടത്. നിങ്ങളിപ്പോൾ 1 കപ്പ് സേമിയ എടുക്കുന്നതാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം തിളച്ച് വരണം. നമ്മളുടെ ഫലൂദയിൽ വയ്ക്കുമ്പോൾ നല്ല തണുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണേ. ഇനി നമുക്ക് നമ്മളുടെ ഈ ഫലൂദ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഇവിടെ ഈ ഫലൂദ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സേമിയ എടുത്തിട്ടുണ്ട്, 10 ഗ്രേപ്സ്, 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ ലെയർ ജെല്ലിയാണ്. ഇത് ഞാൻ ഹോം മെയ്ഡ് ജെല്ലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഗ്ലാസ് ഇപ്പോൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ലെയറിൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് കസ്കസ് ഇട്ട് പിന്നെ കുറച്ച് സേമിയ ഇട്ട് പിന്നെ ഈ പാലൊഴിച്ചു. ഈ പാലൊഴിച്ചതിന് ശേഷം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. റോസ് സിറപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ആ പാലിൻ്റെ മിക്സ്ചർ ഇട്ടല്ലോ അത് മാത്രമാണ് ഇളക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മിൽക്കിൻ്റെ ഈ ലെയർ ഒരു പിങ്ക് കളറായി കിട്ടും. ഞാനിവിടെ ഹോം മെയ്ഡ് ബനാന ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം വെനില ഐസ്ക്രീം ആണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി നമ്മളുടെ ഫൈനൽ ലെയർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഫലൂദയിൽ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഞാനിവിടെ ഫൈനലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ടാവും. നമ്മളുടെ ഫലൂദ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് അക്കി റഫീഖ് സൈനിങ് ഓഫ് ഫ്രം അപ്സൈഡ് ഡൗൺ ട്രീറ്റ്സ്. ഗുഡ് ബൈ.